ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വേഗൻ ലേണിംഗ്. ഇറ്റ്സ് മീ യദു എബി, നിങ്ങളുടെ സ്വന്തം യദു സാറാണ്. മക്കളെ, നമ്മളിപ്പം റിസർവ് ബാങ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ? ഞാൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ അറിയാം. സോ നമ്മൾ റിസർവ് ബാങ്കിന്റെ കുറച്ച് ചുമതലകൾ അടിപൊളിയായിട്ട് അങ്ങ് പഠിക്കാൻ പോവുകയാണ് ഈ ഒരു കോണ്ടന്റ് വീഡിയോയിലൂടെ. സോ എല്ലാവരെയും ഞാൻ ഒന്നുകൂടെ സ്വാഗതം ചെയ്യാണ്. അപ്പൊ എല്ലാവരും കൂടെ നോക്കിയേ, ഭാരതീയ റിസർവ് ബാങ്ക്, ഇതിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയാ. 1935 ഇത് സ്ഥാപിക്കുന്നത് കേട്ടോ. ഈ വർഷം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിന്റെ ആസ്ഥാനവും നിങ്ങൾ അറിഞ്ഞിരിക്കണം. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമാണ് അല്ലെ, നമ്മുടെ ബിസിനസ് ക്യാപിറ്റൽ ആയിട്ടുള്ള മുംബൈ തന്നെയാണ് RBIയുടെ ആസ്ഥാനം ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആർ ബി ഐനെ കുറിച്ച് മിനിമൽ ആയിട്ട് ഇത്രയും നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ഇംഗ്ലീഷിലുള്ളത്. മുംബൈയിലാണ് 1935 സ്ഥാപിച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ധർമ്മങ്ങൾ 4 ധർമ്മങ്ങളുണ്ട് അല്ലെ. ഒന്നാമത്തെ എന്താ? നോട്ട് അച്ചടിച്ചിറക്കുക. രണ്ടാമത്തത് വായ്പ നിയന്ത്രിക്കുക, അതായത് ഇഷ്യൂയിങ് കറൻസി. കൺട്രോൾ ഓഫ് ക്രെഡിറ്റ്, പിന്നെ ബാങ്കർ ടു ദ ഗവൺമെന്റ്, അതായത് സർക്കാരിന്റെ ബാങ്ക്. നാലാമത്തത് ബാങ്കേഴ്സ് ബാങ്ക്, അതായത് ബാങ്കുകളുടെ ബാങ്കായിട്ടും റിസർവ് ബാങ്ക് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് പ്രിന്റിംഗ് ഓഫ് കറൻസി, കൺട്രോളിംഗ് ഓഫ് ക്രെഡിറ്റ്, ബാങ്കർ ടു ദ ഗവൺമെന്റ്, ബാങ്കേഴ്സ് ബാങ്ക്. ഈ 4 ചുമതലകളാണ് റിസർവ് ബാങ്ക് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഇതിൽ നോട്ട് അച്ചടിച്ചിറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ കറൻസിയും അച്ചടിച്ചിറക്കുന്നത് റിസർവ് ബാങ്ക് ആണ്. RBI ഗവർണറാണ് ഇതിലൊക്കെ സൈൻ ചെയ്യുന്നത്. എക്സെപ്ഷൻസ് ഉണ്ട്, കോയിനിലും 1 രൂപ നോട്ടിലും അല്ലെ. ഇത് ഫിനാൻസ് സെക്രട്ടറി ആണ് സൈൻ ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കോയിനിലും 1 രൂപയുടെ നോട്ടിലും ഫിനാൻസ് സെക്രട്ടറി ആണ് സൈൻ ചെയ്യുക. ബാക്കി എല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഗവർണർ ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ നിലവിലുള്ള നോട്ടുകളൊക്കെ ഏതാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. 10 ഉണ്ട്, 20 ഉണ്ട്, 50 ഉണ്ട്, 100 ഉണ്ട്, 200 ഉണ്ട്, 500 ഉണ്ട്. 2000 നോട്ട് നിലവിലുണ്ടെങ്കിലും പുതുതായിട്ട് അച്ചടിച്ചിറക്കുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സോ റിസർവ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ ഒന്നാണ് നോട്ട് അച്ചടിച്ചിറക്കുക. അതായത് 1 രൂപയുടെ നോട്ടുകൾ ഒഴികെ ബാക്കി എല്ലാ നോട്ടുകളും അച്ചടിച്ചിറക്കുന്നത് ഭാരതീയ റിസർവ് ബാങ്ക് ആണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ഓൾ കറൻസീസ് എക്സെപ്റ്റ് ദ 1 rupee നോട്ട് ആർ പ്രിന്റഡ് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ നോട്ട് അച്ചടിക്കുന്നത് ഒരു നിശ്ചിത മൂല്യം നമ്മൾ എന്താ സ്വർണ്ണമായിട്ടോ അല്ലെങ്കിൽ വിദേശ നാണയമായിട്ടൊക്കെ ശേഖരിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് കരുതലായിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. ഈ കാര്യം കൂടെ നിങ്ങളൊക്കെ ഒന്ന് പഠിക്കണേ. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് വായ്പാ നിയന്ത്രണം അല്ലെങ്കിൽ വായ്പ നിയന്ത്രിക്കൽ. അതായത് റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് കൂടുന്നതിനനുസരിച്ച് വായ്പാ നിയന്ത്രണം സാധ്യമാകുന്നുണ്ട്. അതായത് ഇപ്പൊ നോക്കിക്കോ, RBI ഇപ്പൊ പലിശ കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി ബാക്കി എല്ലാ ബാങ്കും പലിശ കൂട്ടണം. ഇപ്പൊ പലിശ കൂടുമ്പം ആളുകൾ ലോൺ എടുക്കുന്നത് കുറയും അല്ലെ. ആളുകൾ ലോൺ എടുക്കുന്നത് കുറയും, കാരണം കൂടുതൽ പലിശ കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ ആളുകൾ ലോൺ എടുക്കുന്നത് കുറയും. എന്നിട്ട് ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള പൈസയൊക്കെ കൊണ്ടായാലും ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും ഈ പലിശ കൂടുന്ന സമയത്ത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റിന് കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ട് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്യുക ലോണ്. അതായത് ഇൻട്രസ്റ്റ് കൂടുമ്പം ലോൺ എടുക്കുന്ന സ്വഭാവം ആളുകൾ കുറച്ചിട്ട് പൈസയൊക്കെ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഇനി RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഒക്കെ കുറവില്ല, നമുക്ക് എന്തായാലും കുറച്ച് ലോൺ എടുക്കാന്ന് വെച്ചിട്ട് ആളുകൾ കൂടുതൽ പോയി ലോൺ എടുക്കും. അപ്പൊ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സ്വഭാവം കുറയും. കാരണം കുറച്ച് പലിശ കിട്ടിയിട്ട് കാര്യമില്ലാത്തതിനെ കൊണ്ട് ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യൂല, പകരം കൂടുതൽ ലോൺ എടുക്കും. ഇങ്ങനെയാണ് RBI വായ്പാ നിയന്ത്രണം സാധ്യമാക്കുന്നത് കേട്ടോ. അതായത് ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുക വഴിയോ വായ്പകളായോ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വായ്പ നിയന്ത്രിക്കുക എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് പഠിക്കുക. അതായത് കൺട്രോളിങ് ക്രെഡിറ്റ് എന്നാണ് അതിനെ പറയുക. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയാണ് ഇത് സാധിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഇങ്ങനെ പലിശ നിരക്ക് മാറുന്നതിനനുസരിച്ച് ആളുകൾ ലോൺ എടുക്കുന്നത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് വായ്പാ നിയന്ത്രണം അല്ലെങ്കിൽ കൺട്രോളിങ് ക്രെഡിറ്റ് സാധ്യമാക്കുന്നത് അല്ലേ. പലിശ നിരക്ക് കൂടുമ്പോൾ വായ്പയുടെ അളവ് കുറയുന്നു. അതായത് പലിശ കൂടുമ്പം ആരും പോയി വായ്പ ലോൺ എടുക്കൂലോ, കാരണം കൂടുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം. പലിശ കൂട്ടുമ്പോൾ എന്താ ആൾക്കാർ ചെയ്യുക, നമ്മളെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് ഇടുക ചെയ്യുക. ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ബാങ്കായിട്ട് RBI പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ബാങ്കർ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ബാങ്കായി പ്രവർത്തിക്കുക എന്നത് റിസർവ് ബാങ്കിന്റെ ധർമ്മമാണ് അല്ലെ. ഇതനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവയ്ക്ക് വായ്പ നൽകുകയൊക്കെ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ് കേട്ടോ. അതായത് റിസർവ് ബാങ്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വായ്പയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. സർക്കാരുകൾക്കായി ചെയ്യുന്ന ഈ സേവനങ്ങൾക്ക് യാതൊരു പ്രതിഫലമൊന്നുമില്ല. അതായത് ഇനി ഇൻട്രസ്റ്റും പരിപാടിയൊന്നും RBI കാര്യമായിട്ട് ഈടാക്കുന്നില്ല. സർക്കാരിന്റെ ബാങ്ക് ആണല്ലോ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ അഡ്വൈസ് കൊടുക്കുക, അവർക്ക് ലോൺ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ RBI ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക.
അതാണ് ഇവിടെയും പറയുന്നത് ബാങ്കർ ടു ദ ഗവൺമെന്റ്. അതായത് അനദർ ഫംഗ്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ് ടു സെർവ് ആസ് എ ബാങ്കർ ടു ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഈ പോയിന്റ് കൃത്യമായിട്ട് പഠിച്ചു പോണേ. അതായത് ആസ് എ ബാങ്കർ ടു ദ ഗവൺമെന്റ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ ഗവൺമെന്റ്. അതായത് ഗവൺമെന്റിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യും. സാങ്ഷൻസ് ലോൺ കൊടുക്കും. ആൻഡ് രണ്ട് അത് ബാങ്കിങ് സർവീസസ്, ബാങ്കുകൾ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നതും ഭാരതീയ റിസർവ് ബാങ്ക് തന്നെയാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ പഠിക്കുക. നാലാമത്തെ ചുമതല എന്ന് പറയുന്നത് ബാങ്കുകളുടെ ബാങ്കാണ്. ഇന്ത്യയുടെ എല്ലാ ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ആണ്. അതായത് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുകയും ബാങ്കുകൾക്ക് ഉപദേശം നൽകുകയും ഒക്കെ ചെയ്യുന്നത് റിസർവ് ബാങ്കിന്റെ ചുമതലയാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പഠിക്കുക. അതുപോലെ റിസർവ് ബാങ്ക് എല്ലാ ബാങ്കുകളുടെയും പണസംബന്ധമായ കാര്യങ്ങളുടെ അവസാന ആശ്രയമായിട്ട് പ്രവർത്തിക്കും. അതായത് ഇതിനപ്പുറത്തേക്ക് ഒരു ബാങ്കിനോട് ഒരു ബാങ്കിന് ഹെൽപ്പ് ചോദിക്കാനില്ല. അത്രയും അപ്പെക്സ് ആയിട്ടുള്ള ബാങ്കാണ് ഇന്ത്യയിൽ ഭാരതീയ റിസർവ് ബാങ്ക് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ബാങ്കേഴ്സ് ബാങ്കിലും നമ്മൾ പറയുന്നത്. അതിന് ഇംഗ്ലീഷാണ് ഇവിടെ ഉള്ളത്. ദ റിസർവ് ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഓഫ് ഓൾ ബാങ്ക്സ് ടു അഡ്വൈസ് ആൻഡ് അസിസ്റ്റ് ഓൾ ബാങ്ക്സ് ഇൻ ദെയർ ഓപ്പറേഷൻസ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ദ റിസർവ് ബാങ്ക്. അല്ലേ, ഓപ്പറേഷൻ ഈസ് എ ഫംഗ്ഷൻ, ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ആണ്. ഇറ്റ് ആക്ട് ആസ് എ ലാസ്റ്റ് റിസോർട്ട് ടു ഓൾ ബാങ്ക്സ് ഇൻ ദെയർ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓർ ആക്ടിവിറ്റീസ്. ക്ലിയർ അല്ലേ ഈ കാര്യങ്ങൾ? അതായത് എല്ലാ ബാങ്കുകളെയും നിയന്ത്രിക്കുന്ന പരമോന്നത ബാങ്കായിട്ട് റിസർവ് ബാങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. അതായത് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കിന്റെ ഗൈഡൻസിലാണ് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത്രയൊക്കെയാണ് റിസർവ് ബാങ്കിന്റെ ചുമതലകളിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഒന്നാമത്തത് കറൻസി ഇഷ്യൂ ചെയ്യുക, പ്രിന്റിംഗ് ഓഫ് കറൻസി. രണ്ടാമത് കൺട്രോൾ ഓഫ് ക്രെഡിറ്റ്, വായ്പാ നിയന്ത്രണം. മൂന്ന് ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക, ആക്ട് ആസ് എ ഗവൺമെന്റ് ബാങ്ക്. അല്ലെങ്കിൽ നാലാമത്തത് ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കായിട്ട് പ്രവർത്തിക്കുക. ഈ 4 പോയിന്റും അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ ക്ലിയർ ആണ്. പിന്നെ RBI 1935 വന്നു, ബോംബെ ആണ് ആസ്ഥാനം, അതായത് മുംബൈ ആണ് ആസ്ഥാനം എന്നുള്ള കാര്യം കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ സെറ്റാണ്, പവറാണ്. ഓക്കെ, സോ ഇതുപോലുള്ള അടിപൊളി കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരും. അതുവരെ ഒരു കിഡിലൻ ബൈ.